നമ്മുവാകം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്ന മഹത്തായ വിശ്വാസ ഭാഷ്യം ലോകത്തിന് നൽകിയ തൊട്ടറിഞ്ഞ വിശ്വാസത്തിന്റെ പ്രതിപുരുഷനായ മാർ തോമസ് ലീഹായെ കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുക. വിശുദ്ധ തോമസ് ഗലീലയിൽ ജനിച്ച് മൈലാപ്പൂരിൽ മരിച്ച ഭാരതത്തിന്റെ അപ്പസ്തോലൻ. ഇരട്ട പെരുന്നാളിന്റെ അർത്ഥത്തിൽ ദിദിമോസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാൾ. യേശുവിന്റെ ശുശ്രൂഷയിൽ ജാഗ്രതയോടെ, ധീരതയോടെ, വ്യക്തതയോടെ മുന്നേറിയ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആരൂപം. സുവിശേഷങ്ങളിൽ, പ്രത്യേകിച്ചും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ മുറിവിൽ സ്പർശിച്ച് വിശ്വസിക്കുന്ന വിശുദ്ധ തോമസ് ലീഹായുടെ മിഴിവാർന്ന ചിത്രം അതിമനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. വധഭീഷണി നിലനിൽക്കുന്ന ഭീതിയുടെ സാഹചര്യത്തിൽ ഈശോ ലാസറിന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം എന്ന് ചങ്കുറപ്പോടെ ഏറ്റു പറഞ്ഞ് മറ്റു ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുന്ന വിശുദ്ധ തോമസ് ലീഹ. സംശയവും വിശ്വാസവും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണെന്നും സംശയത്തിന്റെ ശരിയായ പ്രതികരണത്തിന് ആഴമായ വിശ്വാസ അനുഭവത്തിലേക്ക് നയിക്കാനുള്ള കഴിവുണ്ടെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാട്ടിത്തന്ന ആ പുണ്യദാതൻ താൻ നേരിട്ട് കാണാതെ വിശ്വസിക്കുകയില്ലെന്ന അദ്ദേഹത്തിന്റെ നിർബന്ധത്തെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ ക്രിസ്തുവിൽ ചേർത്തടക്കാതിരിക്കാനായില്ല. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്ന ക്രിസ്തുവിന്റെ അത്ഭുതകരമായ സത്യം പോലും വിശുദ്ധ തോമസ് ലീഹ നിമിത്തമാണ് പുറപ്പെടുന്നത്. അദ്ദേഹം പകർന്നു തന്ന വിശ്വാസം കാലിക പ്രസക്തമാണെന്ന ഉള്ളറിവിൽ നിന്നാണ് ഇന്ന് സീറോ മലബാർ സഭ അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂലൈ 3-ാം തീയതി ദുഃഖറാന തിരുനാൾ ആചരിക്കുന്നത്. ദുഃഖറാന എന്ന വാക്കിന്റെ അർത്ഥം ഓർമ്മ എന്നാണ്. ഇരട്ട, കുന്തം, മഠം എന്നിവയാണ് അദ്ദേഹത്തിന്റെ ചിത്രീകരണ ചിഹ്നങ്ങൾ. 1-ാം നൂറ്റാണ്ടിലാണ് ക്രിസ്തുവിന്റെ ഊർജ്ജസ്വല ശിഷ്യനായ ഈ പുണ്യദാതൻ ജനിക്കുന്നത്. മിഥ്യ, എത്യോപ്യ, പേർഷ്യ എന്നിവിടങ്ങളിലെ വചന പ്രഘോഷണത്തിന് ശേഷം സുവിശേഷ ദീപവുമായി കേരളക്കരയിലെ കുടികല്ലൂരിൽ AD 52 തോമസ് ലീഹ കാൽകുത്തി. കേരളീയരുടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അവിടുന്ന് പ്രസംഗിച്ചു. അദ്ദേഹം സ്ഥാപിച്ച പള്ളികൾ 7 പള്ളികൾ എന്നാണ് അറിയപ്പെടുന്നത്. കുടികല്ലൂർ, പാലയൂർ, കോട്ടക്കാവ്, കോക്കമംഗലം, നിരണ, കൊല്ലം, ചായൽ, തിരുവാങ്കോട് എന്നിവയാണ് അവ. അദ്ദേഹം മലയാറ്റൂരിലും വന്ന് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ശങ്കരപുരി, പകലോമറ്റം, കടലിക്കാവ് എന്നീ പ്രശസ്ത ബ്രാഹ്മണ കുടുംബങ്ങളെ അദ്ദേഹം മാമോദീസ മുക്കി. തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് ക്രിസ്തു വർഷം 72 ശത്രുക്കളുടെ ശൂലം കൊണ്ടുള്ള കുത്തേറ്റ് അദ്ദേഹം വധിക്കപ്പെട്ടു. ശ്രീവായുടെ മൃതദേഹം സംസ്കരിച്ചിരുന്ന സ്ഥലത്താണ് ഇന്നത്തെ സാന്തോ ഭദ്രാസന ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. തുടർന്ന് അദ്ദേഹത്തിന്റെ പൂജ അവശിഷ്ടങ്ങൾ ഇറ്റലിയിലെ ഓർത്തോണയിലേക്ക് മാറ്റപ്പെട്ടു. പൂജ അവശിഷ്ടത്തിലെ ഒരു ഭാഗം കേരളത്തിലെ അഴീക്കോടിൽ സ്ഥാപിക്കപ്പെട്ടു. നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ പാകിയ വിശുദ്ധ തോമസ് ലീഹ പകർന്നു തന്ന വിശ്വാസത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും നെഞ്ചിൽ ഏറ്റി വാങ്ങിക്കൊണ്ട് ഈ വിശ്വാസം തലമുറകളിലേക്ക് കൈമാറാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. അതെ, ഹൃദയത്തിൽ അഗ്നിയും കാലുകളിൽ ചിറകുമുള്ളവരാകാൻ കൃപയുടെ, സ്നേഹത്തിന്റെ ഉൾക്കരുത്തുമായി ഇനിയും മുന്നേറാൻ സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ദുഃഖറാന തിരുനാളിന്റെ എല്ലാ ആശംസകൾ നേർന്നുകൊണ്ടും